ഹായ് ഹലോ എവരി വൺ അസ്സാം വലൈക്കും. ഇറ്റ്സ് മീ ആദില. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതിന് അങ്ങനെ ഒരുങ്ങാമെന്ന് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഈദ് മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഫേസെല്ലാം വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതിന് 5 രൂപയാന്ന് തോന്നുന്നു റേറ്റ്, 5ഓ 10ഓ ഓർമ്മയില്ല കറക്റ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് പ്രൈമറാണ്. അപ്പോൾ ഫ്ലോമറിൻ്റെ ഈ ഒരു പ്രൈമറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ സൺസ്ക്രീനൊന്നും യൂസ് ആക്കുന്നില്ല, ഡയറക്റ്റ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ളൊരു പ്രൈമറാണ് കേട്ടോ. നല്ല ലാസ്റ്റ് ചെയ്യുന്ന നല്ല ഒരു പ്രൈമർ തന്നെയാണ്. ഈ ഒരു മോയ്സ്ചറൈസറും പ്രൈമറും യൂസ് ചെയ്തപ്പോൾ തന്നെ സ്കിന്ന് നല്ല മോയ്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈമർ എന്ന് പറയുന്നത് നല്ല അടിപൊളി പ്രൈമറാണ്. അപ്പോൾ നമുക്ക് മേക്കപ്പ് നല്ല ലാസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ആക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കൺസീലറാണ്. ഈ ഒരു കൺസീലർ തന്നെയാണ് കേട്ടോ ഞാൻ ഫൗണ്ടേഷനായിട്ടും കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യല്. ഞാൻ സെപ്പറേറ്റ് ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. ഇത് ലാക്യൂ ബ്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു കൺസീലറാണ്. ഇതിൻ്റെ എല്ലാം പരിപ്പളക്കി ഗൈസ്. അപ്പോൾ നല്ല വൈറ്റ് കാസ്റ്റ് ചെയ്ത നല്ല അടിപൊളി കൺസീലറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെപ്പറേറ്റ് ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ പൗഡറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടാക്കോം പൗഡർ തന്നെയാണ്. പോൺസിൻ്റെ ഈ ഒരു സാൻഡൽ ഫ്ലേവർ വരുന്ന ഈ ഒരു പൗഡറാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലാണെങ്കിലും അടിപൊളിയാണ്. ഇതിൻ്റെ കളറാണെങ്കിലും ഒരു വൈറ്റ് കളറല്ല, ഒരു ചന്ദനത്തിൻ്റെ എല്ലാം ആ ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൗഡർ യൂസ് ചെയ്ത പോലെ ആ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല അടിപൊളി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പൗഡറാണ് കേട്ടോ. ഞാൻ അധികവും ഈ പൗഡർ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ട ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കളറാണ്. ഈ ഒരു പൗഡർ യൂസ് ചെയ്തപ്പോൾ തന്നെ ഫേസ് ഓൾമോസ്റ്റ് ഒന്ന് ഫുൾ കവർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന് 20 രൂപ മറ്റേ റേറ്റ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലിപ് ബാം യൂസ് ആക്കുന്നുണ്ട്. ചെറിയൊരു പിങ്ക് കളർ വരുന്ന ഒരു ടൈപ്പ് ലിപ് ബാമാണ്. പിന്നെ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അത്രയും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഈ മേക്കപ്പിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഐ മേക്കപ്പ് തന്നെയാണ് കേട്ടോ. ഐ മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ മേക്കപ്പ് തീരെ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ പൊതുവേ എൻ്റെ കണ്ണിനാണെങ്കിൽ കണ്ണിലൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഒരുമാതിരി പനിച്ച ലുക്കായിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കണ്ണിൻ്റെ താഴേലും മേലേലും ആയിട്ട് ഈ ഒരു കൊളോസൽ ടൈപ്പ് പെൻസിൽ ഉണ്ടല്ലോ, ഇതിനെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരക്കലുണ്ട്. ഇങ്ങനെ കണ്ണിൻ്റെ താഴത്തെ പോളിലും മേലത്തെ പോളിലും. ഇപ്പോൾ എനിക്ക് കണ്ണാടി ഇല്ലാണ്ട് ക്യാമറ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഈ ഒരു കൊളോസിൽ വെച്ചിട്ട് കണ്ണിൻ്റെ താഴലും മേലയിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തപ്പം തന്നെ കണ്ണ് കുറച്ചുകൂടി ഒരു കണ്ണിന് കുറച്ചുകൂടി ഒരു വൃത്തി തോന്നും. പിന്നെ നമുക്ക് ഐലൈനർ വെച്ചിട്ട് മേലയിൽ മാത്രം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ കണ്ണിൻ്റെ മേലെല്ലാം കൂടി ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മസ്കാര യൂസ് ചെയ്യാം. മസ്കാര എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്കാര യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പിൽ ലാസ്റ്റായിട്ട് മസ്കാര കൂടി യൂസ് ചെയ്യാം. അങ്ങനെ മസ്കാര കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. മസ്കാര യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കുറച്ചൊരു ജീവൻ വെച്ച പോലെ തോന്നും കേട്ടോ. ഭയങ്കര എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് മസ്കാര. കണ്ണിന് എന്ത് വേറെ യൂസ് ചെയ്തില്ലെങ്കിലും മസ്കാര വിട്ട് ഞാനൊരു കളിയില്ല. ഐലൈനർ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ ഷാഡോ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. ഞാൻ അങ്ങനെ അധികം കാര്യമായിട്ട് ഐബ്രോ ഫില്ല് ചെയ്യലില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ ഐബ്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ല് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡാർക്കാക്കി, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ബ്ലഷും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ബ്ലഷിനായിട്ട് ഞാൻ യൂസ് ചെയ്യൽ ഈ ഒരു ഫ്ലോർമറിൻ്റെ ഈ ഒരു ലിപ് ക്രയോണാണ്. അപ്പോൾ എനിക്കിത് ലിപ്സ്റ്റിക്കായിട്ട് ഇതിൻ്റെ ഷെയ്ഡ് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഞാൻ അധികവും ബ്ലഷായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യൽ. അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാർഫെല്ലാം ചേഞ്ച് ചെയ്തിട്ട് കാണാം. അങ്ങനെ സ്കാർഫെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ നമ്മുടെ സ്കാർഫെല്ലാം ചേഞ്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ബൈ.